എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലർക്കും മറ്റുള്ളവരുമായി നല്ല സൗഹൃദം സ്ഥാപിക്കാനും ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടണമെന്നും ആഗ്രഹമുണ്ടാകും. ചിലപ്പോൾ നമ്മൾ നല്ലൊരു വ്യക്തിയാണെങ്കിലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അത് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നല്ല കേൾവിക്കാരാവുക എന്നതാണ്. മറ്റുള്ളവർ പറയുന്നത് പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അടുത്തതായി നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് ചെയ്യുന്നത് നമ്മൾ ശരിക്കും അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കുക, ഇടയ്ക്കിടെ തലയാട്ടുക, ചെറിയ പുഞ്ചിരി നൽകുക. അതുപോലെ ഇടയ്ക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ചോദിക്കുക. അത് അവരുടെ സംസാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണിക്കും. അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അവർക്ക് നിങ്ങളോട് കൂടുതൽ അടുപ്പം തോന്നും. ഒരു നല്ല കേൾവിക്കാരനായിരിക്കുന്നത് മറ്റുള്ളവരുമായി ശക്തമായൊരു ബന്ധം സ്ഥാപിക്കാൻ നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം അഭിനന്ദിക്കാൻ പഠിക്കുക എന്നതാണ്. മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കാൻ ശീലിക്കുക. ഒരു വ്യക്തിയുടെ നല്ല വസ്ത്രധാരണത്തെക്കുറിച്ചോ അവർ ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ചോ അവരുടെ കഠിനാധ്വാനത്തെക്കുറിച്ചോ നമുക്ക് ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ സാധിക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിലും അത് അവരോട് പറയാൻ മടിക്കും. എന്നാൽ ഒരു ചെറിയ അഭിനന്ദനം പോലും ഒരു വ്യക്തിക്ക് വലിയ സന്തോഷം നൽകും. ഇന്നലെ നീ ചെയ്ത പ്രൊജക്റ്റ് വളരെ നന്നായിരുന്നു എന്നോ അല്ലെങ്കിൽ നിന്റെ ഈ ഡ്രസ്സ് വളരെ ഭംഗിയുണ്ടോ എന്നൊക്കെ പറയാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, അഭിനന്ദനം ആത്മാർത്ഥമായിരിക്കണം. കള്ള അഭിനന്ദനങ്ങൾ ആളുകൾക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും. ആത്മാർത്ഥമായ ഒരു അഭിനന്ദനം ഒരു വ്യക്തിയുടെ ദിവസം മുഴുവൻ സന്തോഷം നിറയ്ക്കും. ഇത് നിങ്ങളോടുള്ള അവരുടെ മനോഭാവം മെച്ചപ്പെടുത്താനും സഹായിക്കും. മൂന്നാമത്തെ കാര്യം ചെറിയ സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാവുക എന്നതാണ്. മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചെറിയ കാര്യങ്ങൾ മതി. ഉദാഹരണത്തിന് ഒരു ലിഫ്റ്റ് കിട്ടാൻ വേണ്ടി ഒരാളെ സഹായിക്കുകയോ സാധനങ്ങൾ എടുക്കാൻ സഹായിക്കുകയോ വഴി ചോദിക്കുന്ന ഒരാൾക്ക് കൃത്യമായി വഴി പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ മതി. ചെറിയ സഹായങ്ങൾ ചെയ്യുന്നത് നമ്മളൊരു നല്ല വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടും. ഈ ചെറിയ സഹായങ്ങൾ ഒരുപാട് ചിന്തിച്ച് ചെയ്യേണ്ടതില്ല. നമ്മുടെ മുന്നിൽ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അത് ചെയ്യുക. ഈ ചെറിയ കാര്യങ്ങൾ ഒരു വലിയ സൗഹൃദത്തിലേക്കോ ബന്ധത്തിലേക്കോ ഉള്ള ആദ്യ ചുവടായിരിക്കും. നാലാമത്തെ കാര്യം പുഞ്ചിരിക്കാൻ ശീലിക്കുക എന്നതാണ്. നമ്മുടെ നാലാമത്തെയും അവസാനത്തെയും കാര്യം പുഞ്ചിരിക്കാൻ ശീലിക്കുക എന്നതാണ്. പുഞ്ചിരിക്കൊരു മാന്ത്രിക ശക്തിയുണ്ട്. അത് നിങ്ങളുടെ മുഖത്ത് ഒരു പോസിറ്റീവ് എനർജി നൽകുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു പ്രചോദനം നൽകുകയും ചെയ്യും. ഒരു പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ആളുകൾക്ക് കൂടുതൽ സന്തോഷവും സുരക്ഷിതത്വവും തോന്നും. അത് നിങ്ങളെ ഒരു സൗഹാർദ്ദപരമായ വ്യക്തിയായി മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിക്കാൻ സഹായിക്കും. പുഞ്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ ആകർഷകമാക്കും. അത് നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ നല്ല രീതിയിൽ മാറ്റാൻ സഹായിക്കും. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി നല്ലൊരു കേൾവിക്കാരാവുക. രണ്ടാമതായി അഭിനന്ദിക്കാൻ പഠിക്കുക. മൂന്നാമതായി ചെറിയ സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. അവസാനത്തേത് പുഞ്ചിരിക്കാൻ ശീലിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സന്തോഷം നിറഞ്ഞ ജീവിതം നയിക്കാനും നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.